അപ്പൊ കുറച്ച് PM ഉണ്ട്. അപ്പൊ ഇതിന് മറുപടി പറയേണ്ടതുണ്ടല്ലോ. വേഗം, എനിക്കും തന്നെ കുറച്ച് തിരക്കുണ്ട്. ഒന്ന്, സുജൂദ് മറന്നു, സഹിവിന്റെ സുജൂദും മറന്നു, നിസ്കാരം കഴിഞ്ഞു, ഓർമ്മ വന്നു, എന്ത് ചെയ്യണം? ഈ ആള് ഇവിടെ ഉണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് PM മറുപടി നൽകാറുണ്ട്. എനിക്കിത് 3ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഈ PM വരുന്നത്, ഇതേ ചോദ്യം. കഴിഞ്ഞ 2 പ്രാവശ്യം പിന്നെ ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് PM മറുപടി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ കഴിഞ്ഞ പ്രാവശ്യം മൈക്കെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓർമ്മ അങ്ങനെയാണ്. സുജൂദ് മറന്നു, സഹിവിന്റെ സുജൂദും മറന്നു, നിസ്കാരം കഴിഞ്ഞു, ഓർമ്മ വന്നു, എന്ത് ചെയ്യണമെന്നാണ്. സുജൂദ് മറന്നു. സുജൂദ് മറന്നിട്ടുണ്ടെങ്കിൽ അവിടെ സൈഡ് സുജൂദ് ചെയ്താലും പോരാ. നിസ്കാരത്തിൽ സുജൂദ് മറന്നു നിൽക്കുക, എന്നതിന് പകരം സൈഡ് സുജൂദ് ചെയ്താൽ മതിയാ, പോരാ. പിന്നെ കാരണം എന്താണ്, സുജൂദ് നിസ്കാരത്തിന് ഫർളാണ്. ഒരു ഫർള് ഉപേക്ഷിച്ചു, അതിന് പകരം സുജൂദ് ചെയ്താൽ പോരാ, സൈഡിന്റെ സുജൂദ് ചെയ്താൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? സുജൂദും ചെയ്യണം. സലാം വീട്ടിയ ഉടനെ തന്നെ ഓർമ്മ വന്നു. എന്നാൽ അത് അവസാനത്തെ റക്അത്തിലാണ് എങ്കിൽ, അവസാനത്തെ റക്അത്തിലത്തെ ഒരു സുജൂദാണ് ഉപേക്ഷിച്ചത്. എന്നാൽ അവിടെ എന്ത് ചെയ്യണം? അങ്ങനെ സലാം വീട്ടി, അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി. സലാം വീട്ടി ഉടനെ തന്നെ ഓർമ്മ വന്നു, ഞാൻ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണ് ഞാൻ അത്തഹിയ്യാത്ത് ഓതിയത്. അപ്പൊ എന്ത് ചെയ്യണം? അവൻ സുജൂദ് ചെയ്യണം, അതിനുശേഷം അത്തഹിയ്യാത്ത് ഓതണം. പിന്നെ സൈഡിൽ സുജൂദ് ചെയ്ത സുന്നത്തുണ്ട്, പിന്നെ സലാം വീട്ടുകയും ചെയ്യുക. നേരെ മറിച്ച് അവസാനത്തെ തഹിയ്യാത്തിലല്ല, അവസാനത്തെ റക്അത്തിലല്ല സുജൂദ് ഒഴിവായത്, പിന്നെയോ അതിന് അവസാനത്തെ റക്അത്ത് അല്ലാത്തതിലാണ് ഒരു സുജൂദ് നഷ്ടപ്പെട്ടത് എന്ന് ഓർമ്മ ഉള്ളത്. എന്നാൽ അവിടെ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. അവിടെ ഒരു റക്അത്തും കൂടി നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ അവസാനം പിന്നെ സഹിവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, പിന്നെ സലാം വീട്ടുകയും ചെയ്യുക. ഇനി അതല്ല, ഇനി സലാം വീട്ടി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, എന്നാ പിന്നെ റക്അത്ത് കൂടി നിസ്കരിച്ചാൽ പോരാ. അല്ലെങ്കിൽ അവസാനത്തെ റക്അത്തിലാണ് ഒരു സുജൂദ് മാത്രം ചെയ്താൽ പോരാ. പിന്നെയോ നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. സലാം വീട്ടി കഴിഞ്ഞ് ദീർഘനേരത്തിന്റെ ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉസ്താദെ, ജുമുഅ മുടക്കിയാൽ എന്താ വിധിന്നോ? ജുമുഅ മുടക്കലോ? ജുമുഅ മുടക്കിയാൽ എന്നാണല്ലേ ശരി, മടക്കല്ല. ജുമുഅ മുടക്കുകയാണ്. ജുമുഅ മുടക്കല് ഹറാമാണ്. കാരണം കൂടാതെ ജുമുഅ മുടക്കല് ഹറാമാണ്. ജുമുഅ നിർബന്ധമുള്ള ആൾ എങ്ങനെയാണ്? പുരുഷനാണ്, സ്വതന്ത്രനാണ്, അയാൾക്ക് രോഗമൊന്നുമില്ല, അയാളുടെ മഹല്ലിൽ എന്തുണ്ട്? ജുമുഅ ഉണ്ട്. അതല്ലെങ്കിൽ അയാളുടെ മഹല്ലിലേക്ക്, അയാൾ താമസിക്കുന്ന ആ കറിയയിലേക്ക് ജുമുഅ ഉള്ള സ്ഥലത്തു നിന്നുള്ള ബാങ്ക് കേൾക്കും. എന്നാലൊക്കെ അയാൾക്ക് ജുമുഅക്ക് പോകാൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇനി അയാളെന്തല്ല, അയാൾക്ക് രോഗിയാണ്, നമ്മൾ ജുമുഅക്ക് പോകാൻ നിർബന്ധമില്ല. അതല്ലെങ്കിൽ അയാളുടെ നാട്ടിലും ജുമുഅ ഇല്ല, പിന്നെ ജുമുഅ ഉള്ള സ്ഥലത്തു നിന്നുള്ള ബാങ്ക് കേൾക്കും ചെയ്യൂല, എന്നാൽ അയാൾക്ക് ജുമുഅക്ക് പോക്ക് നിർബന്ധമില്ല. ജുമുഅ നിർബന്ധമുള്ള ഒരാൾ ഉസ്ർ കൂടാതെ ജുമുഅ ഉപേക്ഷിക്കൽ ഹറാമാണ്. ഞങ്ങൾക്ക് ഒരു ഫണ്ട് ഉണ്ട്, അത് ഇപ്പോൾ 1 വർഷമായി, ബട്ട് അതിൽ നിന്നും 1 ദിർഹം പോലും ലാഭമില്ല. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണമെങ്കിൽ പേഴ്സണൽ ആയോ അതോ ഗ്രൂപ്പ് ആയോ? ഫണ്ടിന് നിങ്ങൾ എല്ലാവരും കൂടി നടത്തുന്ന ഒരിതാണെങ്കിൽ അങ്ങനെ അതല്ല. സക്കാത്ത് പറഞ്ഞാൽ ഫണ്ടിന് സക്കാത്ത് അങ്ങനൊന്നുമില്ല. ആ ഫണ്ടിൽ നിങ്ങളുടെ നിക്ഷേപമുണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപം നിസാബ് തികയുന്നതുണ്ട് എങ്കിലും, അങ്ങനെ നിസാബ് തികഞ്ഞതിന് ശേഷം 1 വർഷം ആ ഫണ്ടിൽ നിങ്ങളുടെ സംഖ്യ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും സക്കാത്ത് കൊടുക്കണം. ഫണ്ടാണ്, പലരും കൂടി നടത്തുന്ന ഫണ്ടാണ്. ആ ഫണ്ടിൽ നിങ്ങളുടെ ഓഹരി ഉണ്ടല്ലോ, അതെത്ര ഉണ്ട്? അത് 595 ഗ്രാം വെള്ളിയുടെയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യക്കുള്ളതുണ്ട്. എന്നിട്ടോ അങ്ങനെ നിസാബ് തികയുന്ന സംഖ്യ ആയതിനു ശേഷം പിന്നെ 1 വർഷം അത് സൂക്ഷിച്ച് ആ ഫണ്ടിൽ തന്നെ ആയിക്കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നല്ല. ഫണ്ട് ആ ഗ്രൂപ്പല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, ഓരോ വ്യക്തികളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ ഫണ്ടിലുള്ള സംഖ്യ നിസാബ് തികയുന്നതുണ്ട് എങ്കിലും 1 വർഷം പൂർത്തിയായിട്ടുണ്ട് എങ്കിലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുനൂത്ത് ഓതാത്ത ഇമാമിന്റെ കൂടെ സുബ്ഹ് നിസ്കരിക്കുമ്പോൾ ഷാഫി മദ്ഹബുകാർ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല.
ഷാഫി മദ്ഹബുകാർക്ക് കുനൂത്ത് ഓതാതെ നിസ്കരിക്കുകയോ ചെയ്യാം. കുനൂത്ത് ഓതൽ സുന്നത്താണ്, അബ്വാബ് സുന്നത്തിൽപ്പെട്ട സുന്നത്താണ് കുനൂത്തിലെ. ഇനി ഒരാൾ കരുതി കൂട്ടി ഷാഫി മദ്ഹബുകാരനായ ഇമാമിനെ തുടർന്ന് തന്നെ നിസ്കരിച്ച് നിൽക്കുക. അങ്ങനെ ഇമാമും മൗമുമികളൊക്കെ കരുതി കൂട്ടി സുബഹിന്റെ കുനൂത്ത് ഒഴിവാക്കി നിൽക്കുക, എന്നാലും നിസ്കാരം സഹിയാകും. അതാണല്ലോ. പക്ഷെ സുന്നത്ത് കഷ്ടപ്പെടും. അപ്പൊ സുബഹി കുനൂത്ത് ഓതാത്ത ഒരാളെ ഇമാമിനെ തുറന്ന് നിസ്കരിച്ച് നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അയാളൊന്നും ചെയ്യേണ്ടതില്ല. തന്നെ പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദ്, വീട് കെട്ടാൻ തറയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞു വീട് പണി തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ഈ വിഷയമല്ല, അതായത് ചിലർ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തറത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞാണ് വീട് പണി തുടങ്ങിയത്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാന്ന്. അത് കയ്യിൽ പൈസ ഉണ്ടായതിനു ശേഷം അതനുസരിച്ച് പണിയെടുപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. അതിലാണ് ബർക്കത്തും അത് തന്നെയാണ്, അതാണ് ഖൈറ്. അല്ല തറപ്പണിക്കുള്ള പൈസ ഉണ്ടായിരുന്നു, തറപ്പണി കഴിഞ്ഞ് പിന്നെ ലോൺ എടുക്കുക എന്നിട്ട് ബാക്കി പൂർത്തിയാക്കുക, അതിലെല്ലാം ബർക്കത്തും അതിലെല്ലാം ഖൈറും. തറപ്പണി കഴിഞ്ഞു, പിന്നീട് ചുമര് വെക്കാനും മറ്റൊക്കെ കയ്യിൽ പൈസ ഉണ്ടായി, അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നെങ്കിൽ അപ്പൊ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റത് ഇങ്ങനെ ഇടങ്ങാറാവുമല്ലോ അല്ലെ. അപ്പൊ അതിനൊക്കെ നല്ലത് പൈസ ഉണ്ടാകുന്നതിനനുസരിച്ച് ജോലി പണി ചെയ്യിപ്പിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ജിദ്ദയിലാണ്. 4 മാസം പ്രായമായ കുട്ടിയുമായി ഉംറക്ക് പോകാൻ പറ്റുമോ? പമ്പേഴ്സ് പോലോത്തത് ഉപയോഗിക്കൽ തെറ്റുണ്ടോ? 4 മാസമായ കുട്ടിയായിട്ട് ഉംറക്ക് പോകണ വിരോധമൊന്നുമില്ല, പമ്പേഴ്സ് ഉപയോഗിക്കണ കൊണ്ട് വിരോധമില്ല. പക്ഷെ ആ കുട്ടിയെ ആ തവാഫിനാണ് ഇപ്പൊ ശുദ്ധി നിർബന്ധമുള്ളത്. തവാഫിന് ഉംറന്റെ അമലുകൾ ഇപ്പൊ എന്തൊക്കെയുള്ളത്? ഇഹ്റാം ചെയ്യാൻ ശുദ്ധി നിർബന്ധമൊന്നുമില്ല. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ആർക്ക് ശുദ്ധി വേണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ തവാഫാണത്. തവാഫിന് ശുദ്ധി വേണം. വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടും ഒക്കെ ശുദ്ധിയാവണം. അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ ഈ 4 മാസമായ കുട്ടിയെ ചുമന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് നിൽക്കുക. ആ കുട്ടിനെ എടുത്തിട്ടാണ് തവാഫ് ചെയ്യണത്. ആ കുട്ടി പമ്പേഴ്സിലാണെങ്കിലോ മൂത്രവും കാഷ്ടമൊക്കെ ഉണ്ട്, അപ്പൊ നജസാണല്ലോ. അപ്പൊ നജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യൽ സംഭവിക്കും, അത് പാടില്ല. അപ്പൊ തവാഫ് സഹിയാവൂല. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ പമ്പേഴ്സിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും നജസ് ഉണ്ടെങ്കിൽ അതോടുകൂടി തവാഫ് ചെയ്താൽ സഹിയാവുകയില്ല. അതന്നെ സൈന് പിന്നെ ശുദ്ധി നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്, നിർബന്ധമില്ല. തവാഫിനാണ് നിർബന്ധമുള്ളത്. ഉപ്പാന്റെ അനിയന്റെ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുമോ? മുറിയും. ഉപ്പാന്റെ അനിയന്റെ ഭാര്യ ആണല്ലേ സാധാരണ നമ്മളെ ഇളയമാന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ. ഉമ്മാന്റെ അനിയത്തിനെ ഇളയമാന്ന് വിളിക്കാറുണ്ട്, ഉപ്പാന്റെ അനിയന്റെ ഭാര്യനും ഇളയമാന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ ഇളയമാന്നല്ല, ഇപ്പൊക്കെ എന്താ വേറെ മേമാന്നൊക്കെ കേൾക്കണല്ലേ. ഇപ്പൊക്കെ മേമ എന്നൊക്കെ കേൾക്കണം, ഇപ്പൊ മാമി എന്നൊക്കെ കേൾക്കണം ഇപ്പൊ. ഏതായാലും ശരി, ഉപ്പാന്റെ അനിയത്തിന്റെ എന്ത് വിളിച്ചാലും വേണ്ടില്ല, ഉപ്പാന്റെ അനിയത്തിന്റെ ഭാര്യ, അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠത്തിന്റെ ഉപ്പാന്റെ അനിയന്റെ ഭാര്യ, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ഇവരൊക്കെ അന്യ സ്ത്രീകളാണ്. അവരെ തൊട്ടാൽ ഉളു മുറിയും. ഉപ്പാന്റെ അനിയൻ മരിച്ചു നിൽക്കുക, ഉപ്പാന്റെ അനിയൻ എളാപ്പൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹം കഴിക്കും ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം തലാഖ് ചൊല്ലി എന്നാൽ വിവാഹം കഴിക്കും ചെയ്യാം. നേരെ മറിച്ച് ഉമ്മാന്റെ അനിയത്തിന് വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ അല്ലെ. ഉപ്പാന്റെ സഹോദരി, ഉമ്മാന്റെ സഹോദരി, ഇവരൊന്നും വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെ തൊട്ടാ ഉളു മുറിയും ചെയ്യൂല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യക്ക് സുഖപ്രസവം ആകാനും നല്ല സ്വാലിഹായ കുട്ടിയാകാനും ഉസ്താദ് ദുആ ചെയ്യണം. എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു. 5-ാം വയസ്സിൽ ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ 3 പെൺകുട്ടികളാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഗർഭിണിയാണ്. ഖൈറ ആണെങ്കിൽ ഒരു ആൺകുട്ടിയാകാൻ ദുആ ചെയ്യണം. നല്ല മനുഷ്യല്ലേ, നല്ലൊരാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വാലിഹും മുത്തഖിയും ആകട്ടെ അല്ലാഹു തആല. നമ്മുടെ ഈ എഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് അല്ലെ, അദ്ദേഹത്തിന് 5 പിന്നെ 3 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു. 5-ാമത്തെ വയസ്സിൽ ആ കുട്ടി ഒരു അപകടത്തിൽ മരിച്ചു. ഇനിയിപ്പോ ഭാര്യ ഗർഭിണിയാണ്. ഈ ഗർഭത്തിലുള്ളത് ആൺകുട്ടിയായാലും ഖൈറാണ് എങ്കിൽ
അല്ലെ? അതാണ് പറഞ്ഞത്. ആൺകുട്ടിയായാലും ഖൈറാണെങ്കിൽ ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗർഭത്തിൽ അല്ലാഹു തആല ഒരു ആൺകുട്ടിയെ നൽകട്ടെ, അത് അല്ലാഹു തആല ഖൈറാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഏതായാലും അല്ലാഹു തആല അദ്ദേഹത്തിന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകി സന്തോഷിപ്പിക്കട്ടെ. അതിൽ കുട്ടികളിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കട്ടെ അല്ലാഹു തആല. ദീനിന്റെ അഹ്ലുകാരാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ജോലി ശരിയാവാനും ഇഖാമ പുതുക്കി കിട്ടാനും വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ ജോലിയൊക്കെ അല്ലാഹു നൽകട്ടെ. നല്ല മനസ്സിന് നല്ല തൃപ്തിപ്പെട്ട ഖൈറായ ജോലിയും അതിൽ അല്ലാഹു ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഇഖാമ സംബന്ധമായ വിഷയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ അഹ്മദ് അരീക്കോട്, ലണ്ടൻ KMCC വൈസ് പ്രസിഡന്റ്. ഉസ്താദിനെ കുറെ നോക്കി സ്കൈപ്പിൽ. ഉസ്താദെ സുഖല്ലേ? സുഖം ആണെന്ന് കരുതുന്നു. ഉസ്താദെ, എന്റെ വൈഫ് ഗർഭിണിയാണ്. എന്താണ്? ഇവിടെ ഞങ്ങൾ ഒറ്റക്കാണ് നാട്ടുകാരും കുടുംബക്കാരും ഇല്ല. ലണ്ടനിലാവുമ്പോ ഞാനൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് 4 വയസ്സുള്ള മോളുണ്ട്. ഉസ്താദെ, സുഖപ്രസവത്തിന് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടത്തെ ഒരു എക്സാം ഉണ്ട്. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് പെർമനന്റ് വിസ കിട്ടുകയുള്ളൂ. 5 വട്ടം എഴുതി തോറ്റു. ഉസ്താദ് ഖൈറാണെങ്കിൽ വിസ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് എഴുതിയത് തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ്. പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ബായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവരുടെ ഭാര്യയുടെ പ്രസവം അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. വിഷമത്തിലും ബുദ്ധിമുട്ടിലൊന്നും പെടുത്താതിരിക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അല്ലാഹു തആല സ്വാലിഹായ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ദുനിയാവിൽക്കും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന നല്ല സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഖൈറാണെങ്കിൽ ആ പരീക്ഷയിൽ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അതിൽ എന്താണോ ഖൈർ അത് അല്ലാഹു നൽകുകയും ആ ഖൈറിൽ അല്ലാഹു നിങ്ങൾക്ക് സംതൃപ്തി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെന്താണ്? സുന്നത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ടോ? ഇല്ല. സുന്നത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ലാണ്. ഫർള് നിസ്കാരത്തിനാണ് പിന്നെ ബാങ്കും ഇഖാമത്തൊക്കെ സുന്നത്തുള്ളത്. സുന്നത്ത് നിസ്കാരത്തിനില്ല. അതിന്റെ ഇപ്പോ അതെ അങ്ങനെയാണുള്ളത്. ഈ മക്തൂബത്തിനുള്ളത് യുസന്നു അൽ കിഫായത്തി, സുന്നത്ത് കിഫായാണ് ഏത്? ബാങ്ക് കൊടുക്കാനുള്ളത്. അപ്പൊ യഹ്സുലു ബിഫഇലിൽ ബഅദ്, ആരെങ്കിലും പ്രവർത്തിച്ചാൽ തന്നെ ആ സുന്നത്ത് കിഫായ ആകുമ്പോ പിന്നെ എല്ലാവരോടുള്ള തലബ് സാഖിത്താകും. സുന്നത്ത് കിഫായ ആകുമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരാള് പ്രവർത്തിച്ചു നിൽക്കുക, ആരെങ്കിലും കുറച്ചാളുകൾ പ്രവർത്തിച്ചു എന്നാല് മറ്റുള്ളവരോടൊക്കെ ഉള്ള ആ സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ടല്ലോ അത് ഒഴിവാകും. അപ്പൊ സുന്നത്ത് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞ പോലെ തന്നെ സുന്നത്ത് കിഫായാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത്, ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അതാനും ഈ ബാങ്കും ഇഖാമത്ത് സുന്നത്താണ്. ഈ ഖബരി സഹീഹൈനി, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഉണ്ട് അതിനു വേണ്ടി. ഇദാ ഹദറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാരത്തിന്റെ സമയം ആയാല് എന്ത് ചെയ്യാ, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ എന്ന് ഉണ്ട്.
ആർക്കാണ് ബാങ്ക് സുന്നത്ത്? ലിദക്കരിൻ, പുരുഷന്, വലു സബീഹ, കുട്ടിയാണെങ്കിലും ശരി, ആൺകുട്ടിയാണെങ്കിലും ശരി, പുരുഷന്മാർക്കാണ് ഏത് ബാങ്ക് സുന്നത്തുള്ളത്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാ നിൽക്കുക, എന്നാലും ശരി. അദാനമിൽ വൈദികി, വേറെ ആളുകൾ ബാങ്ക് കൊടുക്കണ ഇവൻ കേട്ടിട്ടുണ്ട്, എന്നാലും ശരി, അവൻ നിസ്കരിക്കുമ്പോ ബാങ്ക് കൊടുക്കാൻ സുന്നത്തുണ്ട്. പിന്നെ അപ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവട്ടെ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവനാവട്ടെ, അല്ലെ, പിന്നെ ചെറിയ ആൺകുട്ടിയാവട്ടെ, പുരുഷവർഗത്തിൽപ്പെട്ടവനാണ് നിൽക്കുക, എന്നാൽ അവന് ബാങ്ക് സുന്നത്തുണ്ട്. അതേസമയത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് നടന്നു, ഇവന് ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാ പിന്നെ അവന് വേറെ ബാങ്ക് കൊടുക്കണം, അത് വേണ്ട. അവൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആ ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ആദ്യം നടന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വ്യക്തി പിന്നെ ആ ജമാഅത്തിൽ തുറന്ന് നിസ്കരിക്കുകയാണ്, എന്നാ പിന്നെ അവന് വേറെ ബാങ്ക് കൊടുക്കൽ അവന് സുന്നത്തില്ല. അദാനൽ ജമാഅത്തി, ജമാഅത്തിന്റെ ബാങ്ക് അവൻ കേട്ടു, അറാദ സ്വലാത്ത മഅഹും, ആ ജമാഅത്തിനോട് കൂടെ നിസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുകയും ചെയ്തു, എന്നാൽ ലം യുസന്ന ലഹു ബാങ്ക് കൊടുക്കൽ പിന്നെ അവന് സുന്നത്തില്ല. ഈ മക്തൂബത്തിൻ ഫർള് നിസ്കാരത്തിനാണ് ഇത് ബാങ്ക് സുന്നത്തുള്ളത്. ബാങ്കും ഇഖാമത്തൊക്കെ ഫർള് നിസ്കാരത്തിനാണ് സുന്നത്ത്. അത് ഖളാ ആയി പോയ ഫർള് നിസ്കാരം ഖളാ വിട്ടുക നിൽക്കുക, എപ്പോഴും ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ദൂന ഗൈരിഹാന, ഫർള് നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. അതേതുപോലെ കസുനനി, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ സ്വലാത്തിൽ ജനാസത്തി, മയ്യിത്ത് നിസ്കാരം, വൽ മൻസൂറത്തിൽ നീർച്ചയാക്കപ്പെട്ട നിസ്കാരം, ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, നീർച്ചയാക്കപ്പെട്ട നിസ്കാരമാവട്ടെ, അതിനൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? പിന്നെ വലിയ നമസ്കാരമാണല്ലേ? അതെ, വലിയ പെരുന്നാൾ നിസ്കാരമാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇതാലത്തുൽ ഖിയാമി ഖാല ഫിൽ മജ്മൂഇ ഇതാലത്തുൽ ഖിയാമി അഫ്ളലു മിൻ തക്സീരി റകഅത്തി, ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് റകഅത്ത് അധികരിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും അഫ്ളല്. ഞാൻ ഇബാദത്ത് വായിച്ച് അർത്ഥം വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ചോദ്യത്തിന് മറുപടി മാത്രമല്ല, ഇത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. തോന റകഅത്ത് നിസ്കരിക്കലാണോ അതല്ല കുറച്ച് റകഅത്ത് നിസ്കരിക്കുന്നു, പക്ഷെ അത് ദീർഘിപ്പിച്ച് ആണ് നിസ്കരിക്കുന്നത്, അത് ഏറ്റവും നല്ലത് എന്താണ്? ദീർഘിപ്പിച്ച് നിസ്കരിക്കുക. നൃത്തം ഖിയാമ് വർദ്ധിപ്പിക്കുക, കുറെ നേരം നിന്ന് നിസ്കരിക്കുക, അതാണ് കൂടുതൽ നിൽക്കാതെ കൂടുതൽ റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളൽ. വഖാല ബിഹി ഐദൻ, മജ്മൂഇൽ വീണ്ടും പറഞ്ഞ നബി ഇമാം, അഫ്ളലുൻ നഫലി ഈദുൻ അക്ബർ, അതാണ് വലിയ പെരുന്നാൾ നിസ്കാരമാണ് നഫിൽ വെച്ച് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ഫഅസ്ഗറു, പിന്നെ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ഫകുസൂഫുൻ, പിന്നെ സൂര്യഗ്രഹണ നിസ്കാരമാണ്. പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. പിന്നെന്താണ്? പിന്നെ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്തറാണ്. വിത്തറും കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ശ്രേഷ്ഠത സുബഹിന്റെ മുമ്പുള്ള 2 റകഅത്തിനാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് റവാത്തിബ് സുന്നത്തുകൾക്കാണ്, അല്ലേ? അപ്പൊ ഏറ്റവും അധികം സുന്നത്ത് വലിയ പെരുന്നാൾ നിസ്കാരത്തിന്, പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്, പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്, പിന്നെ സൂര്യഗ്രഹണ നിസ്കാരത്തിന്, പിന്നെ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്ത് നിസ്കാരം, പിന്നെ സുബഹിന്റെ മുമ്പുള്ള 2 റകഅത്ത് നിസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് റവാത്തിബ് സുന്നത്തുകളൊക്കെ ഒരേ സ്ഥാനമാണ്. ഫജമീഉഹാ ഫി മർതബത്തിൻ വാഹിദത്തിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ, അതും കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത ഫത്തറാവീഹു, പിന്നെ തറാവീഹ് നിസ്കാരത്തിനാണ്. ഫളുഹ, പിന്നെ ളുഹ നിസ്കാരത്തിനാണ്. ഫറകഅത്ത് തവാഫി, പിന്നെ തവാഫിന്റെ 2 റകഅത്ത് നിസ്കാരത്തിനാണ്. വത്തഹിയ്യത്തി, പിന്നെ തഹിയ്യത്തിന്റെ 2 റകഅത്ത്. വൽ ഇഹ്റാമി, ഇഹ്റാമിന്റെ 2 റകഅത്ത്. ഫൽ വുളൂഇ, പിന്നെ വുളൂവിന്റെ 2 റകഅത്ത്. ഇങ്ങനെ സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതക്ക് ഇങ്ങനെ പിന്നെ മർത്തബകളുണ്ട്.
അപ്പൊ ഈ പറഞ്ഞതിൽ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ വുളു എടുക്കൽ കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് ഉണ്ടല്ലേ, വുളുവിന്റെ സുന്നസ്കാരം നിയ്യത്ത് തന്നെ അതാണ്. വുളുവിന്റെ 2 റക്അത്ത് സുന്നസ്കാരം ഞാൻ നിസ്കരിക്കുന്ന നിയ്യത്തോടുകൂടി നമസ്കാരം, അതാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. അതാണ് ഈ സുന്നസ്കാരങ്ങളിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞത്. പിന്നെ ഉസ്താദെ, ഫിത്ർ സക്കാത്ത് കിട്ടിയ അരി വിൽക്കാമോ? വിൽക്കാം, അതുകൊണ്ട് വിരോധമില്ല. അതുപോലെ സക്കാത്ത് കിട്ടിയ തമ്ര് വിൽക്കാമോ? അത് വിൽക്കാം. സക്കാത്ത് കിട്ടുക എന്ന് പറഞ്ഞാലേ അത് മിൽക്കാക്കി തരികയാണ്. അത് നമുക്ക് ഉടമയാകുകയാണ്. നമുക്ക് ആ സക്കാത്തിന്റെ അവകാശികൾക്ക് അതാണ്ട് ഉടമയാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കൊടുക്കൽ കഴിഞ്ഞ പിന്നെ അത് അയാളുടേതാണത്. അയാൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാം, അത് വിൽക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വെറുതെ കൊടുക്കാം, എന്തു ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കാൻ പോകുമ്പോൾ അവരിൽ ഇമാം നിൽക്കാൻ പലപ്പോഴും എല്ലാവരും പരസ്പരം പറയാറുമാണല്ലോ പതിവ്. അവരിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇമാം നിൽക്കാൻ യോഗ്യത നമുക്കാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ? കയറി നിൽക്കാൻ പറ്റായി അതൊക്കെ ഒരു മോശമല്ലേ അല്ലേ? അങ്ങനൊക്കെ ഒരു കയറി നിൽക്കാൻ പറ്റായി എന്നല്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇവന് കാരി ആണ്, ഇയാള് ഓത്ത് അറിയുന്നതാണ്. ഓത്ത് അറിയാനാല് ഹിജായിയ അക്ഷരങ്ങൾ, ഫാത്തിഹയിലെ അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾ അതിന് മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആളാണ് ഇയാള്. അതുപോലെ തന്നെ അത്തഹിയാത്ത്, അതും ശരിക്കും മൊഴിയാൻ സാധിക്കുന്ന ആളാണ്. മറ്റ് ആളുകൾക്കാണെങ്കിലോ അത്ര സാധിക്കുകയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അവന് കയറി നിൽക്കൽ നിർബന്ധമാണ് അവിടെ. മറ്റൊരു പിന്നെ കയറി നിൽക്കരുത്. കാരണം മറ്റൊരു തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇവന് കാരിനെ ഉമ്മീനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. ഓത്ത് അറിയുന്നവന് ഓത്ത് അറിയാത്തവന് തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഓത്ത് അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ കാരി മറ്റേ സമസ്തന്റെ കാര്യമൊന്നുമല്ല അതിന്റെ ഉദ്ദേശം. പിന്നെന്താണ് ഇവിടെ കാരി കൊണ്ട് ഉദ്ദേശം? പിന്നെ ഫാത്തിഹ അതിന്റെ ഹർഫുകൾ മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആളെന്നാണ്. അങ്ങനെ മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആൾക്ക് മഖ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കാത്ത ആളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇവൻ തന്നെ നിസ്കരിക്കാൻ നിർബന്ധമാണ്. മറ്റൊരാൾ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയും ചെയ്യൂല. അതല്ല, എല്ലാവരും മഖ്റജിലൊക്കെ മൊഴിയാനൊക്കെ സാധിക്കുന്ന കൂട്ടരൊക്കെ തന്നെയാണ്. എന്നാൽ പിന്നെ ഒരാളാണ് കയറി നിൽക്കാത്ത ഇതല്ലേ അല്ലേ? അപ്പൊ ആളുകളൊക്കെ അവിടെ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഞാനത് കയറ്റിക്കാതല്ല അതിന്റെ ഭംഗി. മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കയറി നിൽക്കുക, അത് തന്നെയാണ് അതിന്റെ ഭംഗി. ഇപ്പൊ ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞിട്ട് കയറി, അതെ അത് ഇങ്ങനെയുണ്ട്. മറ്റവരൊന്നും ഓത്തറിയാത്തവരാണെങ്കിൽ, മഖ്റജിൽ മൊഴിയാൻ സാധിക്കാത്തവരാണ് എങ്കിൽ, എന്ന് ഇവന് ഉറപ്പാണ് എങ്കിൽ അവരെ ഇവന് തുറന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇവനെ അവർക്ക് തുറന്ന് നിസ്കരിക്കുകയും ചെയ്യാം. അതാണല്ലോ. അപ്പൊ ഇവനാണ് കയറി നിൽക്കേണ്ടത്. പിന്നെ വേറെ വിഷയമുണ്ടല്ലേ, ഏറ്റവും ഫിഖ്ഹിൽ ഏറ്റവും കഴിവുള്ള ആൾക്ക് ആണ് അതാണ് നമ്മൾ ഇമാമിനെ നിയമിക്കുമ്പോൾ, ഇമാമിനെ നിശ്ചയിക്കുമ്പോൾ ആരെ നിശ്ചയിക്കലാണ് ഏറ്റവും ഔല. അതാണ് വിഷയങ്ങൾ. അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും നല്ല ഏറ്റവും നന്നായിട്ട് ഓതാൻ സാധിക്കുന്ന ആൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, അഫ്ഖഹിനാണ് ഏറ്റവും ഫിഖ് നല്ല നന്നായിട്ട് തീരുന്ന ആളാണ് മുന്തിക്കേണ്ടത് എന്നൊക്കെ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു ഇമാമിയെ നിശ്ചയിക്കുമ്പോൾ ആരെയാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണിത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാനും എന്റെ കൂട്ടുകാരും ദുബായിൽ ജോലി ചെയ്യുന്നു. കൂട്ടുകാരനും ദുബായ് ജോലി ചെയ്യുന്നു. അനുവദിച്ച സമയത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്താൽ പൈസ കിട്ടാറുണ്ട്. അത് ഞങ്ങളുടെ മസ്ഊലൈക്കാരല്ലേ, മസ്ഊൽ ഒരു മിസിരിയാണ്. ഞങ്ങൾക്ക് കിട്ടാറില്ല. ആ മിസിരി കട്ടുപോകുന്നു. അത് കിട്ടി പോരാൻ ഉസ്താദ് ദുആ ചെയ്യണം. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നം അല്ലാഹു തആല നല്ല രീതിയിൽ
നിങ്ങൾക്ക് പരിഹരിച്ചു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അങ്ങനൊക്കെ ഉണ്ടാവില്ലല്ലേ? അള്ളാഹു തആല നിങ്ങൾക്ക് നല്ല വേറെ നിലക്ക് കുറെ പൈസ അങ്ങോട്ട് തരികയാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ യാതൊരു നഷ്ടവും വരുത്താതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ ഖൈറായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ജീവിതമൊക്കെ അള്ളാഹു വിശാലമാക്കി തരട്ടെ. ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുനൂത്ത് ഓതാത്ത ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്അത്തിൽ തുടർന്നു. അപ്പോൾ അടുത്ത റക്അത്തിൽ നിസ്കരിക്കുന്നു. ഖുനൂത്ത് ഓതുന്നത് കൊണ്ട് വിരോധമുണ്ടോ? ഇല്ല, വിരോധമില്ല. വിരോധമില്ല എന്ന് മാത്രമല്ല, അടുത്ത റക്അത്തിൽ ഖുനൂത്ത് സുന്നത്തുമാണ്. രണ്ടാമത്തെ ഖുനൂത്ത് ഓതാത്ത ഇമാമിനെ തുറന്നുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിൽ തുറന്ന് നിസ്കരിച്ചു. അപ്പൊ ഇമാം സലാം കുട്ടി ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കാണ്ടല്ലോ ഇവന്. ആ നിസ്കാരത്തിലെ ഇഅ്തിദാലിൽ ഇവന് ഖുനൂത്ത് ഓതൽ വിരോധമില്ല എന്ന് മാത്രമല്ല, സുന്നത്ത് കൂടിയാണ്. സുജൂദ് മറന്നു എന്നൊരു സംശയം. ഇയാളിത് എന്തത് ഈ മനുഷ്യനും ഭ്രാന്ത് പിടിക്കണ്ടല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പറഞ്ഞ ഈ മനുഷ്യൻ സുജൂദ് മറന്നു എന്നൊരു സംശയം ഇപ്പൊ ആളുണ്ടാ? എല്ലാം അതിപ്പോ നാലാമത്തെ പ്രാവശ്യമായിട്ട് പറയുമ്പോൾ മുമ്പ് വീണ്ടും പി എം ചെയ്തിരിക്കണം. പി എമ്മിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഇതിന് മുമ്പ് പല പ്രാവശ്യവും. അതൊന്നും പല പ്രാവശ്യം പി എമ്മിന്റെ മറുപടി നൽകിയത് പല പ്രാവശ്യം നമ്മൾ മൈക്കെടുത്ത് പറഞ്ഞതുകൊണ്ട് ഇന്നും പറഞ്ഞു. ഇനി തൽക്കാലം ഇനി സാധിക്കൂല. നിങ്ങൾ എത്തിച്ചാടേത് ആ പരിപാടിയെ. അത് സംശയം അല്ല ഉസ്താദ്. പിന്നെ വേറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ എന്നാൽ ആൾക്കാർക്ക് വേറൊരു മനസ്സിലാക്കാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. മൂപ്പർക്ക് സംശയമല്ല എന്ന്. ഒരു മൂപ്പർക്ക് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറയുമ്പോ വേറൊരു മനസ്സിലായിക്കോളൂ വിചാരിച്ചിട്ടാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരിക്കണേ. ഉറപ്പായിട്ടും സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ സുജൂദ് ചെയ്യണമെന്ന് അല്ല ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ട് സുജൂദ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിലേ ഇപ്പൊ എന്ത് ചെയ്യണം? അത് അവസാനത്തെ റക്അത്തിലാണ് സുജൂദ് ഉപേക്ഷിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായത്. ആ സലാമുറ്റ ഉടനെ തന്നെ എന്ത് ഉറപ്പാവുകയും ചെയ്തു. സലാമുറ്റ ഉടനെ തന്നെ ഉറപ്പായി എന്ത് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, ഈ അവസാനത്തെ റക്അത്തിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല എന്ന കാര്യം സലാമുറ്റ ഉടനെ തന്നെ ഉറപ്പായി. എന്നാ എന്ത് ചെയ്യണം? അവൻ സുജൂദ് ചെയ്യുകയും വേണം, പിന്നെ അത്തഹിയാത്ത് ഓതുകയും വേണം, പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, പിന്നെ സലാം വിട്ടുക. നേരെ മറിച്ച് കുറെ നേരം കഴിഞ്ഞ് സലാം വിട്ടി കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓർമ്മ വന്നത് എന്ത് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോഴോ എന്നാലും പിന്നെ അവിടെ പിന്നെ നിസ്കാരനെ മടക്കി നിസ്കരിക്കുകയും വേണം. നിസ്കാരനെ മടക്കി നിസ്കരിക്കണം. ഇനി അവസാനത്തെ റക്അത്തിലല്ല, അതിന് മുമ്പുള്ള റക്അത്തിൽ ഏതിലൊന്നിലാണ് സുജൂദ് ഉപേക്ഷിക്കുന്നത്. എന്നാൽ അവിടെ റക്അത്ത് നിസ്കരിക്കണം. അവൻ ഒരു റക്അത്തും കൂടി നിസ്കരിക്കണം. എന്നിട്ട് അത് എപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഒരു റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യുക സുന്നത്താണ്. അത് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ നിൽക്കണമെങ്കിലോ എന്നാൽ പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, പിന്നെ നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എല്ലാ മാസവും ശമ്പളം കിട്ടിയാൽ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. നിങ്ങളെ ഒരു പാത്താടുന്നു, എനിക്ക് തൽക്കാലം ഒഴിവില്ല. ഇത് കുറെ നേരമൊക്കെ ഇനി മുമ്പ് പിന്നെയും ചെയ്തതാണ്. ഇതിപ്പോ എന്നും തന്നെയല്ല ഇത് ഈ ചോദ്യത്തിന് മറുപടി അറിയാം. അപ്പൊ എന്നും പണി അദ്ദേഹത്തിന് പി എം ചെയ്ത് മറുപടി പറയാറുണ്ട്. ഞാൻ അടക്കട്ടെ. ചെയ്തോ ഇല്ലേ എന്ന സംശയമാണ് ഇപ്പോഴത്തെ ചോദ്യം. ചെയ്തോ സംശയമാണ്. നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സംശയമാണ്. ആ സംശയത്തിന് സ്ഥാനമില്ലാന്ന്. നിസ്കാരത്തിന് സലാം വീട്ടി കഴിഞ്ഞു, അതിനുശേഷം അവനക്ക് സംശയം എന്ത് ഞാൻ സുജൂദ് ചെയ്തോ റുക്കൂ ചെയ്തോ, ആ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല. നിസ്കാരം സഹിയായിരിക്കുന്നു എന്നാണ് വെക്കേണ്ടത്. അപ്പോട്ടെ, ഞാൻ അടക്കട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ അറിയിച്ചിരുന്ന പ്രകാരം ഉസ്താദ് ദുആ ചെയ്തിരുന്നു. എന്റെ കുട്ടിക്ക് വേണ്ടി. അവൻ 6 വയസ്സായിട്ടും ഒന്നും ചെയ്തിരുന്നില്ല. അവൻ വെള്ളിയാഴ്ച ഞങ്ങളെ വിട്ടു പോയി. അവന്റെ ആഖിറ വെളിച്ചത്തിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 6 വയസ്സായ കുട്ടിക്ക് ആഖിറ വിളിച്ച ഏതായാലും ഉണ്ടാവും. അത് നമ്മൾ ദുആ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലേ, പ്രായപൂർത്തി എത്താതെ പിന്നെ മരിച്ച കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് യാതൊരു ശിക്ഷയും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിനുള്ള അധികാരം നൽകട്ടെ. ചെറിയ കുട്ടികളൊക്കെ മരിച്ചാൽ ആ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശഫാഅത്തിന്റെ അധികാരം അല്ലാഹു തആല നൽകും. അങ്ങനെ ആ കുട്ടിക്ക് ശഫാഅത്തിനുള്ള അധികാരം നൽകട്ടെ. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ വലിയ ഗുണം നൽകട്ടെ. മുസീബത്തിൽ ക്ഷമിച്ചതിന് അള്ളാഹു നൽകുന്ന എല്ലാ പരിപൂർണമായ സവാബ് നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എല്ലാ മാസവും നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ മാസവും ശമ്പളം കിട്ടിയ സക്കാത്ത് കൊടുക്കണോ വേണ്ടാന്ന്? എല്ലാ മാസവും സക്കാത്ത് കൊടുക്കാൻ അല്ല. ഈ സക്കാത്ത് കൊടുക്കണമെങ്കിലേ നിസാബ് തികയുന്ന സംഖ്യ ഒരു വർഷം സൂക്ഷിക്കണം, എന്നാലേ സക്കാത്തുള്ളൂ. എല്ലാ മാസം ശമ്പളം കിട്ടും. എത്ര വലിയ സംഖ്യ ശമ്പളം കിട്ടിയാൽ 1 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നുണ്ട്, അതെന്തെങ്കിലും ചെലവായി പോണുണ്ട്, എന്നാൽ സക്കാത്തില്ല. നേരെ മറിച്ച് ശമ്പളം ലഭിക്കുന്നു, ആ ലഭിക്കുന്ന ശമ്പളം അവൻ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ആ സൂക്ഷിച്ച് വെച്ചിട്ട് അത് എത്രയായി? അത് 595 ഗ്രാം വെള്ളിയുടെയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യക്കുള്ളത് ആയി. എന്നിട്ട് അങ്ങനെ അപ്പൊ നിസാബ് തികയുന്ന സംഖ്യ എന്ന് പറയുന്നത് അതാണ്. 595 ഗ്രാം വെള്ളിക്ക് ഒരു 10-25,000 റുപ്യ മതി. അപ്പൊ അത്ര സംഖ്യ ആയി. ആ സംഖ്യ എന്ത് ചെയ്തു? ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ അവനെടുത്ത് ചെലവാക്കിയിട്ടൊന്നുമില്ല. ഒരു വർഷം അത് സൂക്ഷിച്ചു വെച്ചു. എന്നാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് 2%. അതല്ലാതെ മാസം ഇങ്ങനെ ശമ്പളം കിട്ടുക അതിന് സക്കാത്തും കൊടുക്കണ്ട. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കടം ഉള്ള ആൾക്ക് ഉംറക്ക് പോകാൻ പറ്റുമോ? പറ്റും, അതോട് വിരോധമൊന്നുമില്ല. കടമുള്ള ആൾ ഉംറ ചെയ്താലും ഉംറ സഹിയാകും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ സഹോദരന്റെ മകളുടെ കല്യാണാലോചന നടക്കുന്നുണ്ട്. പല ആലോചനകളും വന്നു, പക്ഷേ പല കാരണങ്ങളെ കൊണ്ട് അതൊക്കെ മുടങ്ങി പോവുകയാണ്. പെട്ടെന്ന് ഖൈറായ ഒരു ബന്ധം ശരിയാകുവാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും ആ കുട്ടിക്ക് നല്ല അനുയോജ്യമായ ഒരു കാര്യം എത്രയും വേഗം ശരിയാക്കി കൊടുക്കുകയും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സംതൃപ്തി നൽകുകയും അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മയ്യിത്ത് മറവ് ചെയ്യാതെ നീട്ടിവെക്കുന്നതിന്റെ വിധി എന്താണ്? APJ കലാമിന്റെ ഒക്കെ മയ്യിത്തിന്റെ APJ കലാമിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ കാര്യമുണ്ട് കുറെ ഒക്കെ. എന്താ അതല്ല വിഷയം. മയ്യിത്ത് നീട്ടിവെക്കുക, അതിനെ കുറിച്ച് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ തന്നെ കാണാം. ആവശ്യമില്ലാതെ സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മരിച്ചു എന്ന് ഉറപ്പായാൽ പിന്നെ യുബാദിറു എന്നാ പറഞ്ഞത്, വേഗം കുളിപ്പിക്കണം എന്നാ. യുബാദിറു മമ്മറ എന്നല്ല അവിടെ ഉള്ളത് ഇല്ലേ? അവിടെ ഹാജറൊക്കെ ഉള്ള ആള് ഇങ്ങനെ മയ്യത്തിന്റെ ഇയാൾ രോഗം പിടിച്ച് രോഗിയായി കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ചില മര്യാദകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഹാജറുള്ള ആള് എന്ത് ചെയ്യാ? ഇയാൾ മരിച്ചു എന്ന കാര്യം ഉറപ്പായാൽ വേഗം ചെയ്യേണ്ട പണി എന്നൊക്കെ എന്താ? വേഗം കുളിപ്പിക്കുക, പെട്ടെന്ന് കുളിപ്പിക്കുക കഴിഞ്ഞ് വേഗം കഫൻ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് വേഗം പിന്നെ മയ്യിസ്കരിക്കുക, വേഗം മറവ് ചെയ്യുക. അതാണ് അത് ഏറ്റവും സുന്നത്ത്. അതാണ്. എന്താണത്? അത് ഇയാള് ഖൈറായ നല്ല മനുഷ്യനാണ് നിൽക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ ആ നിഅമത്ത് അല്ലേ, ആ നിഅമത്ത് അയാൾക്ക് നിഷേധിക്കേണ്ടല്ലോ. വേഗം ആ നിഅമത്തിലേക്ക് അദ്ദേഹത്തെ അത് ആസ്വദിക്കാനുള്ള അവസരം നൽകുക. സ്വർഗപ്പൂങ്കാവനമാണ് സ്വർഗം അല്ല അവന്റെ ഖബറ്. ആ ഖബർ വളരെ വിശാലമായിരിക്കും. ആ ഖബറിൽ സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചിട്ടുണ്ടാകും. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവൻ ധരിപ്പിക്കും. സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം ഖബറിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ആ സ്വർഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കെടുക്കുക. അപ്പൊ പിന്നെ ഖിയാമത്ത് നാളാണത് അറിയില്ല എന്നാ. ഖിയാമത്ത് നാളാകണത് അറിയില്ല. എന്ത് ഇത്ര ഖിയാമത്ത് നാളായോ എന്ന് ചോദിക്കും അവൻ. അപ്പൊ നല്ല ആളാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോ ആ നിഅമത്തിലേക്ക് അവനെ വേഗം ആക്കി കൊടുക്കുക. അതിനാണ് ഇതൊക്കെ
അതുകൊണ്ടാണ് മൈസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല അല്ലെ, ബാങ്കും ഇഖാമത്ത് സുന്നത്തില്ല, ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ല, സൂറത്ത് ഓതൽ സുന്നത്തില്ല, റുകൂഇല്ല, അതിനില്ല. നിന്നിട്ട് നാല് പ്രാവശ്യം തക്ബീർ ഇടാനുള്ളൂ. നിന്നിട്ട് കുഞ്ഞാനും കൂടി ഇല്ല. കാരണം അതാണ്, അതിന് കാരണം തന്നെ പറഞ്ഞതാണ് മൈസ്കാരം വളരെ ഹഫീഫാണ്. കാരണം പെട്ടെന്ന് ആ പണിയൊക്കെ കഴിച്ചിട്ട് ഇവനെ വേഗം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി അതല്ല, ഇവൻ മോശക്കാരനാണ് നിൽക്കുക, എന്നാ ഈ സ്വന്തം പിടിച്ച മനുഷ്യനെ നമ്മുടെ തലേന്ന് വേഗം നമ്മുടെ പെരടിയിൽ നിന്ന് വേഗം ഒഴിവാക്കാലോ എന്ന്. അതാണ് അതിന് മോശക്കാരനാണ് എങ്കിൽ. അപ്പോ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. മരണം ഉറപ്പായി കഴിഞ്ഞാൽ യുബാദിറൂന, വേഗം കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. ഇനി അതല്ല, ആവശ്യമുണ്ട്, സൂക്ഷിച്ചു വെക്കൽ ആവശ്യമുണ്ട് നിൽക്കുക, എന്നാൽ അതുകൊണ്ട് വിരോധവും ഇല്ല. നശിച്ചു പോകും, അത് ദുർഗന്ധം വമിക്കും എന്ന ഭയം ഇല്ല എങ്കിൽ, മയ്യിത്തിന് ശരീരക്കാരെ വടക്കാവും എന്ന ഭയം ഇല്ല എങ്കിൽ, ആവശ്യമാണെങ്കിൽ നീട്ടിവെക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ തന്നെ അതേ നിലക്ക് തന്നെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ APJ അബ്ദുൽ കലാമിന്റെ മരിച്ചവന്ന് പത്രം കണ്ടപ്പോ ഞാൻ വേഗം പിന്നെ ഏത് നിലക്കാണ് അയാളുടെ സംസ്കാരം, ഏത് രീതിയിലാണല്ലോ ഞാൻ നോക്കിയ വേഗം. അപ്പൊ മറവ് ചെയ്യുന്നതാണ് അയാളുടെ ബന്ധുക്കാരൊക്കെ അവിടെ മറവ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഏതോ സ്ഥലത്ത് കൊണ്ട് ചെല്ലാം. അപ്പൊ ഞാൻ അതിനേക്കാളപ്പോൾ പേടിച്ചിരുന്നു. അങ്ങനെ ഇനി അതല്ല വേറെന്തല്ലോ വേറെ എന്തെങ്കിലും നിനക്കൊക്കെ ആവുമോ എന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. അതല്ല, ശരിക്ക് മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന പോലെ തന്നെ ശരിക്കും മറവ് ചെയ്യുക തന്നെയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്. അബിൽ പള്ളിയിലാണ്. അപ്പനി വേറൊന്നും ചെല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, അവയവം ദാനം അനുവദനീയമാണോ? അല്ല, അനുവദനീയമല്ല. അവയവം ദാനം ചെയ്യുവാനോ വിൽക്കുവാനോ ഒന്നും പാടില്ല. നാളെയാണല്ലേ ഇൻഷാ അല്ലാഹ്. ഏതായാലും ശരി, PM ഒക്കെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിനിടയിൽ ഒരാളോട് കുറച്ച് ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ച് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതൊരു വെറും ദേഷ്യം പിടിച്ചിട്ട് പറച്ചിലല്ലട്ടാ, ഒരു തമാശയും കൂടിയും അടങ്ങിയതുകൊണ്ട്. കാരണം കുറെ പ്രാവശ്യം ഇപ്പൊ PM വരുന്നതേ, എപ്പോ നോക്കുമ്പോൾ ഈ PM ഉണ്ടാവും. സുജൂദും മറന്നു, സവിന്റെ സുജൂദും മറന്നു, അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ PMലൂടെ മറുപടി കൊടുക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും അതേ PM പിന്നെയും കാണാം. പിന്നെ ഞാൻ കരുതി, അപ്പോ ഈ അദ്ദേഹം ഓൺലൈനിൽ ഉണ്ടാവും, ഓഫ്ലൈനിലാണെങ്കിലും ശരി, PM ചെയ്താൽ പിന്നീട് അദ്ദേഹം ഓൺലൈനിൽ വരുമ്പോ PM കാണുമല്ലോ. ഞാൻ കാണാതിരിക്കുന്ന വല്ല പരിപാടി ഉണ്ടോ, അങ്ങനെ സംഭവിക്കുന്നതാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. അപ്പൊ ഏതായാലും ഇന്നിപ്പോ ആ മറുപടി പറഞ്ഞ സമയത്ത് അദ്ദേഹം ഹാജരായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ആ കാര്യം എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും കുറച്ച് ശബ്ദം ഉയർത്തേണ്ടി വന്നത് എന്റെ വല്ല വിഷമണ്ടി ക്ഷമിക്കണം എന്നറിയിക്കുന്നു. ബ്ലഡ് കൊടുക്കാമോ? കൊടുക്കാൻ പറ്റുന്ന, കാരണം അത് അവയവമല്ല. അത് ഈ ബ്ലഡ് അവയവം കൊടുക്കാൻ പാടില്ല എന്നതിന് പല കാരണങ്ങളാണ്. അവയവദാനം പറ്റുകയില്ല, അവയവം വിൽക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അതിന് കാരണം പലതുമാണ്. ഒരു കാരണം, അത് മയ്യിത്തിന്റെ ശരീരം വികൃതമാക്കാൻ സംഭവിക്കും. മയ്യിത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല എന്നാണ്. മയ്യിത്തിന്റെ ശരീരത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഒരാൾ മരിച്ചാൽ അവന്റെ കൈ മുറിച്ചെടുക്കുക, കാല് മുറിച്ചെടുക്കുക, തല മുറിച്ചെടുക്കുക, അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പാടില്ല. മയ്യിത്തിന്റെ ശരീരം ബഹുമാനിക്കണം, മയ്യിത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല. അതാണ് അവയവം വിൽക്കാനും ദാനം ചെയ്യാനും പാടില്ല എന്നതിന് ഒരു കാരണം. മറ്റൊരു കാരണം, അതിന് ഉടമസ്ഥാവകാശം ഇല്ല എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിലും നമുക്ക് എന്തില്ല? ഉടമസ്ഥാവകാശമില്ല. ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലേ വിൽക്കാനും ദാനം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ രക്തത്തിന് എന്താണ്? രക്തം വിൽക്കാൻ പാടില്ല. അത് അല്ലെ, രക്തം നജസാണ്, നജസ് വിൽക്കാൻ പാടില്ല. പിന്നെ അത് വെറുതെ കൊടുക്കാൻ അതുകൊണ്ട് ഈ പ്രശ്നം വരുന്നില്ല. എന്ത് വികൃതമാക്കുവാനുള്ള പ്രശ്നം വരുന്നില്ലല്ലോ. അത് വരുന്നില്ല. പിന്നെ അത് ശരീരത്തിന് എടുത്താൽ തന്നെ അതുകൊണ്ട് അവന് വേറെ തകരാറ് സംഭവിക്കുന്നില്ല. രക്തം വീണ്ടും അത് വന്ന് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. പിന്നെ അത് വിൽക്കലല്ല, അത് വിൽക്കലല്ല, വിൽക്കാൻ പാടില്ല, രക്തം വിൽക്കാൻ പാടില്ല. പിന്നെ ദാനം ചെയ്യാനോ സദഖ ചെയ്യാനുള്ളതല്ല അത് ദാനം ചെയ്യാനോ അത് കൊടുക്കുക, അങ്ങനെ സാധാരണ പറയാറുണ്ട്.
സദഖന്റെ അർത്ഥത്തിനൊന്നല്ല തന്നെ ദാനം ഇപ്പോ ഹസ്തദാനം എന്നൊക്കെ പറഞ്ഞതുപോലെ ഹസ്തദാനം കൈ മുറിച്ചു കൊടുക്കുന്നതല്ലോ കൈ അല്ലേ നമ്മൾ മുസാഫത്ത് ചെയ്യുന്നതിനെ ഹസ്തദാനം എന്ന് പറയാം അതുപോലത്തെ ഒരു വാക്കാണ് രക്തദാനം എന്നുള്ളത്. അപ്പൊ ആ നിലക്ക് പറ്റുകയില്ല, വിരോധമില്ല എന്ന്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ രണ്ടിന്റെയും മറുപടി ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഉസ്താദ് ക്ഷമിക്കണേ എന്ന് പറയരുത്. അല്ല അതല്ല, ക്ഷമിക്കണം എല്ലാരും പറയണ്ടല്ലേ. ഒരാളത്ത് എന്ത് ഉസ്താദാണ് ചിട്ടൊന്നുമില്ല. ഉസ്താദ് അല്ലേ, ഉസ്താദിനും എല്ലാത്തവർക്കുള്ള തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിക്കുക അല്ലേ. അതൊക്കെ എത്ര ഇതാണ്. ഞാനിപ്പോ സിംസാൽ ഹഖുദവിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് സ്നേഹിതന്മാര് എന്ന്. നമ്മുടെ തെറ്റ് പറ്റി അത് തെറ്റാണ് എന്ന് നമ്മെ അറിയിക്കുന്നവരാണ് നമ്മുടെ സ്നേഹിതന്മാര്. അവരാണ് നമ്മെ സ്നേഹിക്കുന്നവര്. അല്ല നമ്മളെന്ത് പൊട്ടപ്പോറ്റം പറഞ്ഞാലും ഉഷാറായിട്ടുണ്ട് പറഞ്ഞാൽ അതല്ലേ സ്നേഹം. എനിക്ക് അദ്ദേഹത്തിന്റെ ആ വാക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നിയില്ല. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം ഒരാൾക്ക്. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സന്തോഷിക്കുക. അൽഹംദുലില്ലാഹ് തെറ്റ് തിരുത്താൻ സാധിച്ചല്ലോ എന്ന സന്തോഷം, അതാണ് ഒരു നല്ലൊരു മുഅ്മിന്റെ സ്വഭാവമാണ് അത്. അപ്പൊ ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദിച്ച ആളുകളുടെ അടുക്കൽ നിന്നും കേട്ടവരിൽ നിന്നും പറഞ്ഞവരിൽ നിന്നൊക്കെ അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, അതുപോലെ നമ്മുടെ മേൽ ഹഖുള്ളവർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ വഷളാക്കാതിരിക്കട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ കരുതിക്കൂട്ടിയും അല്ലാതെയും ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ കാരണം അള്ളാഹു ദുനിയാവിൽ വെച്ചോ ആഖിറത്തിൽ വെച്ചോ നമ്മെ ആരെയും ശിക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹു വഷളാക്കാതിരിക്കട്ടെ. ഒരു സ്ഥലത്തും അവഗണിക്കാതിരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد. എല്ലാവരുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും മരണം ആഖിറത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കൊണ്ട് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മക്കളെ, നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കട്ടെ. പിന്നെ എന്റെ ഒരു സ്നേഹിതൻ ഷേഖ് അലി മുസ്ലിയാർ, അദ്ദേഹം നാട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ ഓപ്പറേഷൻ മറ്റൊക്കെ കണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതുപോലെ എന്റെ അമ്മാമൻ ഹമീദ് മുത്തവ എന്ന് പറഞ്ഞ ആള് ഇവിടെ റാസുൽ പള്ളി ഇമാമൻ ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ല, ഇപ്പൊ ആശുപത്രിയിലാണ്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി അള്ളാഹു തആലയുടെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ.